എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡി എൻ അനാലിസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ക്യാൻ സബ് ക്ലാസിഫൈ SCs ഫോർ കോട്ടാസ് എന്നാണ്. അത് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് GS2 പൊളിറ്റി റിസർവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർഡിക്റ്റ് ഓൺ മണി ബിൽ ദാറ്റ് ഇന്ത്യ അവൈറ്റ്സ്. അത് നമ്മുടെ മണി ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് ആക്ച്വലി ഒരു ഡെവലപ്പിംഗ് ന്യൂസാണ്. അപ്പോൾ നമ്മൾ മണി ബില്ലിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് PYQs ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ ഒരു ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇത് GS2 പൊളിറ്റി മണി ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺടെസ്റ്റഡ് ഹാർവെസ്റ്റ്. ഇത് GM ക്രോപ്സിനെ പറ്റി ഉള്ള നമ്മുടെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റാർഡ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് GS3 അഗ്രികൾച്ചർ, എക്കണോമി അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസ് പോകുന്നത് സ്റ്റേറ്റ്സ് ക്യാൻ സബ് ക്ലാസിഫൈ SCs ഫോർ കോട്ട. അത് സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു വേർഡിക്റ്റ് ആണ്. ഓക്കെ, ഇൻ എ ഹിസ്റ്റോറിക് റൂളിംഗ് എ 7-judge bench of the Supreme Court has redefined the operational framework of SCs and STs reservation, marking a significant shift since their introduction in the Constitution in 1950. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ജുഡീഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ 7 പേരുണ്ടായിരുന്ന ഒരു ജുഡീഷ്യൽ ബെഞ്ചായിരുന്നു. അതിൽ 6:1 എന്ന് പറയുന്ന 6 പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ഒരാൾ അതിനെ എതിർത്ത് പറഞ്ഞ ആ ഒരു ബെഞ്ച് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ലെഡ് ചെയ്തിരുന്നത്. അപ്പം ഈ സബ് ക്ലാസിഫിക്കേഷൻസ് വിത്തിൻ SCs ആൻഡ് STs ഉണ്ടാക്കാനായിട്ട് സ്റ്റേറ്റ്സിന് ഗ്രാൻഡ് കൊടുക്കുന്ന ഡിസിഷൻ അങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദിസ് റൂളിംഗ് അലൗസ് ദ സ്റ്റേറ്റ്സ് ടു അലോക്കേറ്റ് സബ് കോട്ടാസ് ടു ദ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദീസ് ഗ്രൂപ്പ്സ്, ഓവർടേണിംഗ് ദ 2004 സുപ്രീം കോർട്ട് ഡിസിഷൻ ഇൻ EV ചിന്നയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് റൂളിംഗ്. ഓക്കെ, അപ്പം മൂവ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ അതിൽ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ കോട്ട് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 341 that empowers the president to notify which caste, races or tribes are considered SCs, aimed at addressing the historical injustice of untouchability. SC list collectively receives a 15% reservation in education and public employment. ഇതാണ് ഈ ഒരു SC/ST റിസർവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ അറ്റംപ്റ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ പഞ്ചാബിൽ 1975 എന്താണ് വാൽമീകി ആൻഡ് മസാബി സിഖ് കമ്മ്യൂണിറ്റീസിനെ SC റിസർവേഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കിയിരുന്നു. അത് ജുഡീഷ്യൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പ്രീവിയസ് റൂളിംഗ് സ്റ്റേറ്റഡ് ദാറ്റ് എനി ഡിഫറൻസിയേഷൻ വിത്തിൻ ദ SC ലിസ്റ്റ് വുഡ് വയലേറ്റ് ദ റൈറ്റ് ടു ഇക്വാളിറ്റി അണ്ടർ ആർട്ടിക്കിൾ 14. അപ്പോൾ ഇങ്ങനെ SC/ST അല്ലെങ്കിൽ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോഴേക്കും അതിൽ 2 ആർട്ടിക്കിൾസ് ആണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന് ആർട്ടിക്കിൾ 341, രണ്ടാമത്തേത് ആർട്ടിക്കിൾ 14. അത് കോട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബെഞ്ച് അഡ്രസ്സ് ചെയ്തത്? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് കാസ്റ്റ് വിത്തിൻ SC ലിസ്റ്റ്. അപ്പോൾ ബെഞ്ച് റിജക്റ്റഡ് ദ നോഷൻ ദറ്റ് ഓൾ SCs മസ്റ്റ് ബി ട്രീറ്റഡ് ഐഡൻറ്റിക്കലി. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം SC അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ ST കമ്മ്യൂണിറ്റീസിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, പക്ഷേ അതിലും കൂടുതൽ ഗ്രൂപ്പുകൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം ഈ ഗവൺമെൻറ് ഓരോ ബെനിഫിറ്റ്സ് കൊണ്ടുവരുമ്പോഴും ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ കാസ്റ്റിൽ പെടുന്ന അല്ലെങ്കിൽ SC/ST റിസർവേഷനിൽ പെടുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് ഈ ബെനിഫിറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും താഴെ തട്ടിക്കിടക്കുന്ന ഗ്രൂപ്പുകൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുമ്പോഴേക്കും അവരിലേക്കും കുറച്ചുകൂടെ ശ്രദ്ധ വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അക്നോളജിങ് ഇൻറ്റേർണൽ ഡിഫറൻസസ് എമംഗ് SCs. അപ്പോൾ സ്റ്റേറ്റ്സ് പവർ ടു സബ് ക്ലാസിഫൈ. അപ്പോൾ ആർട്ടിക്കിൾ 15.4 ആർട്ടിക്കിൾ 16.4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് സ്റ്റേറ്റ്സ് ദ പവർ ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് SCs. അപ്പം ദിസ് റൂളിംഗ് അഫേംസ് സ്റ്റേറ്റ്സ് ക്യാൻ ഐഡൻറ്റിഫൈ വേരിയിങ് ഡിഗ്രീസ് ഓഫ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് വിത്തിൻ SCs ടു പ്രൊവൈഡ് ടാർഗറ്റഡ് റിസർവേഷൻ. അപ്പോൾ
അപ്പോൾ ഈ സബ് ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ എന്താണ്? സ്റ്റേറ്റ്സ് മസ്റ്റ് പ്രൊവൈഡ് എംപിരിക്കൽ എവിഡൻസ് ആൻഡ് എ റീസണബിൾ റാഷണൽ ഫോർ സബ് ക്ലാസിഫിക്കേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി എഫക്റ്റീവ്, നോട്ട് ജസ്റ്റ് ന്യൂമറിക്കൽ, എൻഷുറിങ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് വിത്തിൻ SCs റിസീവ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ SC കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അപ്പറായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിനാണ് ബെനിഫിറ്റ്സ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ഈ ഒരു സബ് ക്ലാസിഫിക്കേഷനിലൂടെ നടക്കും. ഓക്കെ, ക്രീമി ലെയർ പ്രിൻസിപ്പിൾ. അപ്പം ജസ്റ്റിസ് ജാൻവി പ്രൊപ്പോസ് അപ്ലൈയിങ് ക്രീമി ലെയർ കൺസെപ്റ്റ് ടു SCs ആൻഡ് SCs പ്രിൻസിപ്പിൾ ഓൾറെഡി ഇൻ OBC. നമുക്ക് ക്രീമി ലെയർ എന്താണെന്ന് അറിയാം, ഇത്ര ഇൻകത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ സർക്കോ ജോലിയുള്ള ആൾക്കാർക്ക് OBC റിസർവേഷൻ കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലത്തെ ഇനിഷ്യേറ്റീവ്സ് SC കമ്മ്യൂണിറ്റീസിലും കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് കുറച്ചുകൂടെ മുൻതൂക്കം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്താണ്? അപ്പം അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയാണ്. സബ് ക്ലാസിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ് ക്യാൻ ബി സബ്ജക്റ്റഡ് ജുഡീഷ്യൽ റിവ്യൂ ടു എൻഷുർ ദേ മീറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ്. സോഷ്യൽ ജസ്റ്റിസ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ റൂളിംഗ് എയിംസ് ടു അച്ചീവ് സബ്സ്റ്റാൻഷ്യൽ ഇക്വാലിറ്റി ബൈ അഡ്രസ്സിംഗ് ദ സ്പെസിഫിക് ഡിസഡ്വാൻറ്റേജസ് ഫേസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വിത്തിൻ SC ആൻഡ് ST കാറ്റഗറീസ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഉള്ള കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിലിംസിൽ. അപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. SC കമ്മ്യൂണിറ്റീസിന് പേര് തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റിലുള്ളവരാണ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ നമുക്ക് ഡയറക്ഷൻ വൈസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മഹാരാഷ്ട്രയിലെ പ്രോമിനൻറ്റ് SC കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് മഹറും മതങ്കുമാണ്. മഹർ എന്ന് പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കലി പ്രൊആക്റ്റീവ്, ഹൈ ലിറ്ററസി ആയിട്ട് ബുദ്ധിസത്തിലോട്ട് കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മതങ്ക് എന്ന് പറയുന്നത് പ്രീഡോമിനൻ്റ്ലി ഹിന്ദു ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് SC ഗ്രൂപ്പാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ കേസിൽ അത് ഗോന്ദ വിദർഭ റീജിയനിൽ ബില്ലുണ്ട്, നോർത്ത് മഹാരാഷ്ട്ര റീജിയനിൽ. അപ്പം നമ്മൾ അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നോക്കി, പ്രോമിനൻ്റ് ആയിട്ടുള്ള SC കമ്മ്യൂണിറ്റീസ് നോക്കി. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. പിന്നെ രാജസ്ഥാനിൻ്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോമിനൻ്റ് SC കമ്മ്യൂണിറ്റീസ് മെഗൽ, ബരിവ ആൻഡ് ജാട്ടോവ ആണ്. മഗൽ എന്ന് പറയുന്നത് പ്രീഡോമിനൻ്റ്ലി ഇൻ ബോർഡർ ഡിസ്ട്രിക്റ്റിലുള്ളവരാണ്. ട്രൈബ്സ് മീന ഡോമിനൻറ്റ് സിഗ്നിഫിക്കൻ്റ് ഇൻ പോലീസ് ആൻഡ് ബ്യൂറോക്രസി. ബില്ലിൻ്റെ കേസിൽ ബൻസ്വാര ആൻഡ് ദുങ്കാർപൂർ എന്ന് പറയുന്ന ആൾക്കാർ അവരാണ്. ഒഡീഷയുടെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോമിനൻ്റ് SC കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് പാൻ, ദോം, ദോബ, ഗാന്ത, ഖാന്ദ്രാബുരി. പിന്നെ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ ഖോന്തുണ്ട്, പിന്നെ സാന്താൾ നമുക്കറിയാവുന്ന സാന്താളുണ്ട്, ഗോന്തുണ്ട്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റീസാണ് പ്രോമിനൻ്റ് ആയിട്ട്. ഛത്തീസ്ഗഡിൻ്റെ കേസിലാണെങ്കിൽ പ്രോമിനൻ്റ് SC കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ബൈറുവ ആൻഡ് റായ്ദാസ് ആണ്. ട്രൈബ്സിൻ്റെ കേസിൽ ഗോന്തുണ്ട്. ഓവർ 30% ഓഫ് പോപ്പുലേഷൻ ഛത്തീസ്ഗഡിൽ ഗോന്ദ് കമ്മ്യൂണിറ്റി ആണ് എന്നും കൂടി ഓർക്കുക. കർവാർ അല്ലെങ്കിൽ കാൺവാർ എന്ന് പറയുന്ന പിന്നെ ഒറാൾ. ഓക്കെ, മധ്യപ്രദേശിൻ്റെ കേസിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള SC കമ്മ്യൂണിറ്റീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ലെതർ വർക്കേഴ്സ് ആയിട്ടുള്ളവർ ബലായ്, മാൽവാർ റീജിയൻസിലുള്ളവരാണ്. ട്രൈബ്സ് ഭിൽ കമ്മ്യൂണിറ്റിനെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്, ഭില്ലും ഗോന്ത്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് ഭിൽ കമ്മ്യൂണിറ്റിയാണ് ട്രൈബൽസിൽ. ഗോൺസ് സെക്കൻഡ് ലാർജസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ കേസിൽ രാജ്ബൻഷി, മത്വ, ബാഗ്ഡി ഒക്കെയാണ് പ്രോമിനൻ്റ് SC കമ്മ്യൂണിറ്റീസ്. രാജ്ബൻഷി എന്ന് പറയുന്നത് നോർത്ത് ബംഗാളിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. മത്വ എന്ന് പറയുന്നത് ബോർഡർ ഡിസ്ട്രിക്റ്റിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ട്രൈബ്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി അങ്ങനെ മെൻഷൻഡ് ആയിട്ടുള്ള ട്രൈബ്സ് ഒന്നുമില്ല. ഗുജറാത്തിൻ്റെ കേസിൽ വരുവാണെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള SC കമ്മ്യൂണിറ്റി രോഹിത്, വാങ്കാസ അവർ വീവേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. ട്രൈബ്സിൻ്റെ കേസിൽ ബിൽ ഡോമിനൻ്റ് ഇൻ സെവറൽ ഡിസ്ട്രിക്റ്റ് ആണ്. പിന്നെ ഹൽപ്പതി, ആസാമിൻ്റെ കേസിൽ ബോഡോ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ബോഡോ ലാൻഡ് അങ്ങനെയൊക്കെ ഡിമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരാണ് ലാർജസ്റ്റ് ആൻഡ് പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, ട്രൈബൽ കമ്മ്യൂണിറ്റി. കാർബി ലാർജസ്റ്റ് ഹിൽ ട്രൈബാണ്. അതൊക്കെ ഈ നോട്ടുകളൊക്കെ നിങ്ങൾ നോക്കി വെച്ചോണം. നിങ്ങൾക്ക് ഒന്നേൽ മെയിൻസിൽ അല്ലെങ്കിൽ പ്രിലിംസിലൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ചോദ്യങ്ങൾ വരും. ഓക്കെ, ത്രിപുര എന്ന് പറയുന്നത് SC കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ദാസ്, ദായക്കാർ, സബാത്കാർ, സർക്കാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീസാണ് SC കമ്മ്യൂണിറ്റീസിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ട്രൈബ്സിൻ്റെ കേസിൽ ദബാർമ പാർട്ട് ഓഫ് ഏൻഷ്യൻ ത്രിപുര ക്ലാൻ ആണ്. ഉത്തരാഖണ്ഡിൻ്റെ കേസിൽ പ്രോമിനൻ്റ് SC കമ്മ്യൂണിറ്റീസ് ഹരിജൻ, വാൽമീകിയാണ്. ട്രൈബൽ ബൻസുരി ആൻഡ് താരു. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക.
അപ്പോൾ അത് നിങ്ങളൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ കൂടുതലും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോപ്പർ ഒരു കൺക്ലൂഷൻ നമുക്കറിയാം. ഇങ്ങനെ സബ് ക്ലാസിഫിക്കേഷനൊക്കെ വരുമ്പോഴേക്കും എന്തൊക്കെ ഗുണങ്ങൾ വരുമെന്നൊക്കെ നമ്മൾ കണ്ടു, ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് ഇതിനകത്ത് പെടുമെന്ന് നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സബ് ക്ലാസിഫിക്കേഷൻ നല്ലതാണോ, ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കസ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാമല്ലോ. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് റെപ്രസെൻറ്റ്സ് എ പിവറ്റൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യസ് അഫർമേറ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക് എനേബിളിംഗ് മോർ ന്യൂവസ്റ്റ് ആൻഡ് ടാർഗറ്റഡ് മെഷേഴ്സ് ടു അപ്ലിഫ്റ്റ് മോസ്റ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദ SC and ST ഗ്രൂപ്പ്സ്. ദിസ് ഡിസിഷൻ അണ്ടർസ്കോർസ് ദ കോർട്ട്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഇവോൾവിംഗ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ടു അഡ്രസ് കണ്ടംപററി സോഷ്യൽ റിയാലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളിത് അഡ്രസ്സ് ചെയ്യേണ്ടത് 2004 ഒരു സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടല്ലോ, EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, അതിനെ ഓവർറൂൾ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ജുഡീഷ്യൽ ഓവർവ്യൂ വെച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഈ പറഞ്ഞ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ഡേറ്റ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണെങ്കിൽ ഇത് മണി ബില്ലിനെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മണി ബില്ലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ്. ഇത് ഡെവലപ്പിംഗ് ന്യൂസാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു കോൺടെക്സ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദ കമ്മിങ് വീക്സ് 7 judge bench of the Supreme Court of India is slated to hear arguments over critical questions governing the contours എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഓഫ് മണി ബിൽ. Okay, the court's ultimate ruling will have ramifications in several pieces of legislation that have been enacted in recent years without Rajya Sabha's approval. At stake too it is the future of India's federal architecture and various. അതായത് രാജ്യസഭയുടെ കൺസൾട്ടേഷൻ കൂടാതെ നടത്തിയ അപ്രൂവൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ റോജർ മാത്യു വേഴ്സസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് 2019 കേസാണ്. ദ റെഫറൻസ് ഓഫ് ദ 7 judge bench emanates from a verdict in which the Finance Act 2017 was under challenge. The act was passed after its certification as a money bill, radically altered the authority and justification of 26 ട്രൈബ്യൂണൽസിൻ്റെ ജൂറിസ്ഡിക്ഷനെ റാഡിക്കലി ഓൾട്ടർ ചെയ്ത ഒരു ബില്ലായിരുന്നു, ഒരു ആക്ടാണ് ഫൈനാൻസ് ആക്ട് 2017. അപ്പോൾ ഫൈനാൻസ് ആക്ട് 2017 നോക്കുകയാണെങ്കിൽ ആക്ട് അബോളിഷ് സം ട്രൈബ്യൂണൽസ്, merged others, prescribed qualifications for appointment of members and imposed various other stipulations including conditions of services. ഓക്കെ, അപ്പം ഈ കീ പ്രൊവിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മണി ബില്ലിൻ്റെ കേസിൽ ആർട്ടിക്കിൾ 109 അലൗസ് മണി ബിൽസ് ടു ബിക്കം ലോ. ഇത് നമുക്കറിയാം, ഇതൊരു പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ നമുക്ക് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ആർട്ടിക്കിൾസ് കോട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 109 എന്ന് പറയുന്നത് അലൗസ് മണി ബിൽസ് ടു ബിക്കം ലോ with only the Lok Sabha's approval. The Rajya Sabha can make recommendations, but these are not binding. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രാജ്യസഭയുടെ കൺസൾട്ടേഷൻസ് ഉണ്ട്, പക്ഷേ രാജ്യസഭയ്ക്ക് മണി ബില്ലിൻ്റെ കേസിൽ അവർക്ക് പ്രോപ്പറായിട്ട് അത് നെഗേറ്റ് ചെയ്യാൻ, തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആർട്ടിക്കിൾ 110 കേസിൽ ആർട്ടിക്കിൾ 110(1) defines a money bill and include subjects like the imposition or abolition of taxes, regulation of borrowing and appropriation of funds to the consolidated fund of India. CFIയിലോട്ടുള്ള ഫണ്ട്സിൻ്റെ അപ്രോപ്രിയേഷൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് 110th ആർട്ടിക്കിളാണ്. 110th ആർട്ടിക്കിൾ 1Gയിൽ states that any matter incidental have to be specified subjects can be included in the മണി ബിൽ. ആർട്ടിക്കിൾ 110(3) കേസിൽ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ല. അപ്പോൾ മണി ബില്ലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 110 ആണ്. ഓക്കെ, അപ്പം 109 ബില്ലാണ് ലോക്സഭ അപ്രൂവൽ കിട്ടും, രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് മാത്രമാണ്, പക്ഷേ അത് ബൈൻഡിങ് അല്ല എന്ന കാര്യം പറയുന്നത്. ഓക്കെ, നമ്മൾ മണി ബിൽ എന്താണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ മണി ബിൽ? ഓക്കെ,
money bill is a financial legislation that contains provisions exclusively related to revenue, taxation, governmental expenditure and borrowing. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, വരവ് ചെലവ്, അല്ലെങ്കിൽ റവന്യൂ, പിന്നെ പുതിയ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള, അപ്പം GST ഒക്കെ നമുക്കറിയാം അത് മണി ബില്ലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് മണി ബില്ലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ആർട്ടിക്കിൾ 110 ആണ് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മണി ബില്ലിന് ഡെഫിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ നോക്കുവാണെങ്കിൽ മണി ബിൽസ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ ലോക്സഭ ആൻഡ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ. രാജ്യസഭയ്ക്ക് എന്താണ്, അവർക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും, മണി ബിൽ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിലാണ്. ദ രാജ്യസഭ ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻസ് that are not binding. The president can either accept or reject money bill but cannot return it for the reconsideration. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ അത് എന്താണ് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ഹൗസസും തമ്മിലുള്ള ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഡിസപ്രൂവൽ ഉണ്ടെങ്കിൽ മണി ബില്ലിൻ്റെ കേസിൽ ജോയിൻറ്റ് സിറ്റിങ്ങും പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. ഓക്കെ, കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴേക്കും ദ സുപ്രീം കോർട്ട്സ് അപ്കമിങ് ഡെലിബറേഷൻസ് ഓൺ ദ കോണ്ടൂഴ്സ് ഓഫ് മണി ബിൽ ആർ പോയ്സ് ടു ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം നമുക്കറിയാം ഫൈനാൻസ് ബിൽ 2017 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ് കറൻ്റ്ലി നടക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ ഡെവലപ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റഫ് കൺക്ലൂഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇത് കുറച്ചുകൂടെ ന്യൂസസ് വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഫൈനലൈസ് ആയി കഴിയുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യും. ഓക്കെ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കുറച്ച് PYQs നമുക്കിവിടെ നോക്കാനുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു മണി ബിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്ക് UPSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ UPSC ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് പിന്നെയും ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ റിഗാർഡിംഗ് ദ മണി ബിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, എ ബിൽ ഹാസ് ടു ബി ഡീംഡ് ടു ബി എ മണി ബിൽ if it contains only provisions relating to the imposition, abolition, remission, alteration or regulation of any tax. Okay, a money bill has provisions for the custody of consolidated fund of India or the contingency fund of India. C എന്ന് പറയുന്ന money bill is concerned with the appropriation of money out of the contingency fund of India. A money bill deals with the regulation of borrowing of money or giving of any guarantee to the ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇത് എന്താണ്, C ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് വിൽ ഫോളോ ഇഫ് എ മണി ബിൽ സബ്സ്റ്റാൻഷ്യലി അമെൻഡഡ് ബൈ ദ രാജ്യസഭ. ഓക്കെ, ഇപ്പോൾ രാജ്യസഭ ഇതിനെ അമെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ലോക്സഭ മേ സ്റ്റിൽ പ്രൊസീഡ് വിത്ത് ദ ബിൽ അക്സെപ്റ്റിംഗ് ഓർ നോട്ട് അക്സെപ്റ്റിംഗ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാജ്യസഭ. ലോക്സഭ കനോട്ട് കൺസിഡർ ദ ബിൽ ഫർദർ. ലോക്സഭ മേ send the bill to the Rajya Sabha for reconsideration. The president may call a joint sitting. നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആൻസർ ആണ്. രാജ്യസഭ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് പറയുന്നോ അത് ഒരിക്കലും ബൈൻഡിങ് അല്ല. അതായത് അത് മാറ്റണം അല്ലെങ്കിൽ ആ മാറ്റം കൊണ്ടുവരണമെന്ന് ലോക്സഭയ്ക്ക് നിർബന്ധമില്ല. അപ്പോൾ ലോക്സഭയ്ക്ക് എന്താണ് ഈ പ്രൊസീഡ് ചെയ്യാം ബില്ല്. ഇപ്പോൾ രാജ്യസഭ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എന്താണ് അവർക്ക് ഇത് പ്രൊസീഡ് ചെയ്യാം. അതിൻ്റെ ആൻസർ A ആണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് GM ക്രോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ആക്ച്വലി ധാരാ മസ്റ്റാർഡിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ DMH11 അല്ലെങ്കിൽ ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 ഡെവലപ്ഡ് അണ്ടർ എ പബ്ലിക്ലി ഫണ്ടഡ് പ്രോജക്റ്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് കഴിഞ്ഞ വർഷമാണ് അത് ന്യൂസിൽ വന്നത്. ഇപ്പോൾ ജീൻസ് യൂസ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഈ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രൂവൽ ആൻഡ് കോൺട്രോവേഴ്സി എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കണ്ടക്റ്റഡ് ട്രയൽസ് ഓവർ 3 years സജസ്റ്റിംഗ് DMH11 met the required metrics. ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഇതിനെ അപ്രൂവ് ചെയ്തായിരുന്നു. പക്ഷേ സബ്ജക്റ്റ് ടു സർട്ടൻ ടെസ്റ്റുകളുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റൽ കൺസേൺസ് ആണ് മെയിനായിട്ട് ഉള്ളൊരു കാര്യം. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ, അപ്പോൾ അതെന്താണ് ഇപ്പം GM ക്രോപ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഫാമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചൊരു ഒപ്പോസിഷൻ പറയുന്നതിന് കാരണവും നമ്മൾ നോക്കും. എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്സ് ആർഗ്യൂ ദാറ്റ് DMH11 ഈസ് എ ഹെർബിസൈഡ് ടോളറൻറ്റ് ക്രോപ്പ് potentially forcing farmers to use specific pesticides with destructive environmental consequences. ഓക്കെ, അപ്പം GM ക്രോപ്സ് നമുക്കറിയാം
ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വരുത്തുന്ന ക്രോപ്സാണ്. അപ്പം ഒരു സാഹചര്യം ഒരു പെർട്ടിക്കുലർ വെതർ കണ്ടീഷൻ, അല്ലെങ്കിൽ ഹെർബിസൈഡ്, അല്ലെങ്കിൽ ഹെർബ്സ്, അല്ലെങ്കിൽ പെസ്റ്റിൻ്റെ ആക്രമണങ്ങൾ വരാതിരിക്കാനായിട്ട് ഒക്കെ ഉള്ള ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ നമ്മൾ ആ ക്രോപ്പിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ക്രോപ്പ് എന്ത് ചെയ്യും, ഒന്നുകൂടെ മ്യൂട്ടേറ്റഡ് ആയിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, അങ്ങനത്തെ ഇമ്പാക്റ്റ് എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് എന്നൊക്കെ എൻവയോൺമെൻറ്റലിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ പറയുന്നുണ്ട്. അപ്പോൾ കോഡ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ അപ്രൂവൽ ആൻഡ് ഫൈൻഡിങ്സ് ആർ കണ്ടസ്റ്റഡ് ഇൻ ക്രോപ്സ് ബൈ അരുണ റോഡ്രിഗസ് ആൻഡ് ദ ഓർഗനൈസേഷൻ ജീൻ ക്യാമ്പയിൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള കറൻ്റ്ലി ഉള്ള GM ഓർഗാനിസംസ് അല്ലെങ്കിൽ ക്രോപ്സ് ഇൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് അപ്രൂവൽ ഇല്ലാത്തതെന്നും കൂടി നോക്കിക്കോണം കേട്ടോ. അപ്പോൾ BT കോട്ടൻ്റെ കേസിൽ ഇത് എന്താണ് 2002 to 2003 സമയത്താണ് ഇത് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പെസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൽ BT ജീൻ എന്ന് പറയുന്നത് എന്താണ്, ബാസിലസ് ടുറിഞ്ചിനിസിസ് ആണ്. ഇൻസെക്ടിസൈഡിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട്, അതായത് ടു കോമ്പാക്ട് കോട്ടൺ ബോൾവോമിനെ കോമ്പാക്ട് ചെയ്യാനായിട്ടാണ് ഈ BT ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അഡോപ്ഷൻ ആൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻറ്റ് ടു ബോൾവോം എ മേജർ കോട്ടൺ പെസ്റ്റ്. ഇൻ 2014 96% ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ വാസ് BT കോട്ടൺ. India became the 4th largest GM crop cultivator and the 2nd largest cotton producer. അപ്പം എന്താണ് ഇതിന് അപ്രൂവൽ, കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് GM മസ്റ്റാർഡ്. നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ്. റീസെൻ്റ്ലി അപ്രൂവ്ഡ് ബൈ GAC ഫോർ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. പിന്നെ പക്ഷേ അതിന് എന്താണ് ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റലിസ്റ്റ് എന്താണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് ആണ്, ഡെവലപ്ഡ് ബൈ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്. ജീൻസ് ഫ്രം സോയിൽ ബാക്ടീരിയം. അപ്പോൾ ഈ ബാക്ടീരിയം അല്ലെങ്കിൽ ഏതൊക്കെ ജീനാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ടു മേക്ക് GM മസ്റ്റാർഡ് ബെറ്റർ സ്യൂട്ടഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈൽഡ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് ക്ലെയിം 25 to 30% ഈൽഡ് ഇൻക്രീസ് ഓവർ നോൺ ഹൈബ്രിഡ്സ്. ക്ലെയിംസ് റെഫ്യൂട്ടഡ് ബൈ NGOs അതിനെ നെഗേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം അത്രയും വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ GC അപ്രൂവ്ഡ് എൻവയോൺമെൻറ്റ് റിലീസ് ടു സീഡ് പ്രൊഡക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് അണ്ടർ ICAR ഗൈഡ്ലൈൻസ്. അത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടില്ല, അത് ഇപ്പോഴും ടെസ്റ്റിംഗ് സ്റ്റേജിലാണെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് BT ബ്രിഞ്ചാലാണ്. ഇനീഷ്യൽ അപ്രൂവൽ വന്നത് recommended commercial release in 2007, developed by Maharashtra Hybrid Seeds Company with University of Agricultural Sciences. അപ്പം അത് ആക്ച്വലി ഇതിന് ബാൻ വന്നു 2010. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കൊമേഴ്ഷ്യൽ അപ്രൂവൽ ഉള്ളത് നമുക്കറിയാം BT കോട്ടൺ മാത്രമേ ഉള്ളൂ എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലുള്ള റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്, കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ലോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതെന്താണ് ഓൾ GM റിലേറ്റഡ് ആയിട്ട് ആക്ടിവിറ്റീസിനെ അണ്ടർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ് ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, ആ ഒരു മിനിസ്ട്രിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിനെ റിലേറ്റഡ് ആയിട്ടാണ്. അത് നമുക്കറിയാവുന്ന ഒരു മിനിസ്ട്രിയാണ്. പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി GEAC നമുക്കറിയാം. BT മസ്റ്റാർഡൊക്കെ DMT മസ്റ്റാർഡൊക്കെ എന്താണ് അപ്രൂവ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് GEAC. റിവ്യൂസ്, മോണിറ്റേഴ്സ് ആൻഡ് അപ്രൂവ്സ് ഓൾ GMO റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, മാനുഫാക്ചർ, യൂസ് ആൻഡ് സെയിൽ ഓഫ് GMOs. പിന്നെ FSI ആണ്. FSI നമുക്കറിയാം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അതും ഉണ്ട്. ആ 3 ഓർഗനൈസേഷൻസിനെ ഓർത്തിരിക്കുക. പിന്നെ റെലവൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമ്മൾ അറിയാം, മിനിസ്ട്രി വരുന്ന സംഭവം. പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഉണ്ട്. റിക്വയർസ് പ്രയർ അപ്രൂവൽ ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് അഗ്രിമെൻറ്റ്സ് ഫോർ ആക്സസിങ് ഇന്ത്യൻ ബയോളജിക്കൽ റിസോഴ്സസ് ഫോർ GMO റിസർച്ച്. പിന്നെ പ്ലാൻ ക്വാറന്റൈൻ ഓർഡർ 2003 റെഗുലേറ്റ്സ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് GMOs വരുന്നത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പ്ലാൻ ക്വാറന്റൈൻ ഓർഡറാണ്. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്, അത് FSIയുടെ രീതിയിലുള്ള ആക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ആക്റ്റുകളും കാര്യങ്ങളും നമ്മൾ GM റിലേറ്റഡ് ആയിട്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കി. അപ്പം ഇപ്രാവശ്യത്തെ DNA കുറച്ചുകൂടെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ആയിരുന്നു എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ DNA മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.